ഇതൊന്നും കണ്ടെത്തുക വലിയ പാടുള്ള കാര്യമല്ല. പക്ഷെ വളരെ വേഗം തന്നെ ഇപ്പോൾ തന്നെ അറിയാലോ, 2 ദിവസമായി സ്മാർട്ട് ക്രിയേഷൻസിൽ ചെന്നൈയിൽ വിശദമായ അന്വേഷണവും പരിശോധനകളും നടന്നു വരികയാണ്. അപ്പോൾ അത് കണ്ടെത്തുന്നതിന് വലിയ സമയമൊന്നും വേണ്ട. കേരള പോലീസ് ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയുണ്ടെന്നും കേരള പോലീസിന്റെ സർവൈലൻസിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ഉള്ളതെന്നും നിശ്ചയമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വളരെ വൈകാതെ വലയിൽ കുടുക്കി കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ ഹസ്കർ, പോയ സ്വർണം കണ്ടെത്തും എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത്. എങ്ങനെ കണ്ടെത്തും? കാരണം അത് ഇതിനോടകം തന്നെ ഉരുക്കിയല്ലോ. 1.5 കിലോ സ്വർണമാണ് 1998 വിജയ് മല്യ സ്വർണം ക്ലാഡ് ചെയ്തപ്പോൾ അവിടെ ഉപയോഗിച്ചത്. ആ 1.5 കിലോ സ്വർണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയപ്പോൾ അത് 600 ഗ്രാമായി മാറി. ഇപ്പോൾ ആ ദ്വാരപാലക ശില്പത്തിൽ അവശേഷിക്കുന്നത് ഏതാണ്ട് 397 ഗ്രാം സ്വർണമാണ്. ഇത്രയധികം സ്വർണം ഇപ്പോൾ എവിടെ ഉണ്ട് എന്ന് ആർക്കും ഒരു തിട്ടവും ഇല്ലാതിരിക്കെ ഇത് കണ്ടുപിടിച്ച് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ എവിടുന്ന് കൊണ്ടുവരാനാണ്? ഏതൊരു അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ഇത്തരം കളവ് മുതലുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഈ അന്വേഷണ സംഘത്തിന്റെ മേലിൽ വലിയ ഉത്തരവാദിത്വം നിൽക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അന്വേഷണ സംഘം ഇത് കൃത്യമായി കണ്ടെത്തുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഏത് സ്വർണം എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നതടക്കം കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിലൊരു തരത്തിലും ഒരു അമാന്തവും വേണ്ട. അന്വേഷണ സംഘത്തിന് ഇത് കണ്ടെത്താൻ കഴിയും. അങ്ങനെ കണ്ടെത്തിയ ചരിത്രം കേരള പോലീസിനുണ്ട്. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഈ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ആ ടീമിനെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മാർഗരേഖകൾ നിർദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൂടിയാണ്. അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട് അതൊക്കെ ശരി തന്നെ. ശരിയാണ്, കേരള ഹൈക്കോടതിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള മേൽനോട്ടത്തിലുള്ള ഈ SIT വരുന്ന 6 ആഴ്ചക്കകം അവരുടെ കണ്ടെത്തലുകൾ നടത്തുമായിരിക്കും. എന്റെ ചോദ്യം ഈ സ്വർണം എവിടെ പോയി കണ്ടെത്തുമെന്നാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘാംഗങ്ങളും ഇതിനോടകം തന്നെ ശബരിമലയിൽ ഇരുന്നിരുന്ന സ്വർണം എടുത്തുകൊണ്ട് പോയി ഉരുക്കി, കുറച്ചവർ കൂലിയായിട്ട് എടുത്തു, ബാക്കി ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് തിരിച്ചെത്തിച്ചു, കുറച്ച് ഇയാളുടെ കയ്യിൽ കൊടുത്തുവിട്ടു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വർണം ഇതിനോടകം ഉരുക്കി കഴിഞ്ഞു. അങ്ങനെയല്ലേ നമുക്ക് അഭിലാഷ്, നമുക്കിപ്പോൾ ഒരു സാധാരണ മോഷണം, ഒരു സ്വർണ്ണാഭരണങ്ങൾ പലപ്പോഴും കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോകാറുണ്ട്. അങ്ങനെ കള്ളന്മാർ സ്വർണ്ണാഭരണങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തുക പോലീസിന്റെ ജോലിയാണ്. ആ പോലീസ് കണ്ടെത്തി കഴിഞ്ഞാൽ പലപ്പോഴും അത് ഉരുക്കിയ രൂപത്തിലോ രൂപമാറ്റം വന്ന രീതിയിലോ ഒക്കെ തന്നെയാണ് കണ്ടെത്താൻ കഴിയുക. അപ്പോൾ അതിന് വളരെ കൃത്യമായി വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് നമുക്ക് അന്വേഷണ സംഘങ്ങൾ പലപ്പോഴും ചെയ്തു വന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്, അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊന്നും കണ്ടെത്തുക വലിയ പാടുള്ള കാര്യമല്ല. പക്ഷെ വളരെ വേഗം തന്നെ ഇപ്പോൾ തന്നെ അറിയാലോ, 2 ദിവസമായി സ്മാർട്ട് ക്രിയേഷൻസിൽ ചെന്നൈയിൽ വിശദമായ അന്വേഷണവും പരിശോധനകളും നടന്നു വരികയാണ്. അപ്പോൾ അത് കണ്ടെത്തുന്നതിന് വലിയ സമയമൊന്നും വേണ്ട. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെ നിൽക്കുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് മറ്റൊരു സംശയം നമ്മുടെ മുന്നിലുണ്ട്. അതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കേരള പോലീസ് ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയുണ്ടെന്നും കേരള പോലീസിന്റെ സർവൈലൻസിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ഉള്ളതെന്നും നിശ്ചയമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വളരെ വൈകാതെ വലയിൽ കുടുക്കി കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് സംബന്ധിച്ച ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിൽ അടക്കമുള്ള തെളിവെടുപ്പുകൾ പൂർത്തീകരിച്ചതിന് ശേഷം തൊട്ടടുത്ത നടപടികളിലേക്ക് പോകാം എന്നുള്ള നിലയിലായിരിക്കും പോലീസ് ഇപ്പോൾ നിൽക്കുന്നത്. സമഗ്രമായ അന്വേഷണമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. ആ അന്വേഷണത്തെ ഒരു തരത്തിലും ഒരു വിഘാതം ഉണ്ടാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ അത് സർവാത്മന സ്വാഗതം ചെയ്ത് ആ അന്വേഷണത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്.